നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏറെ ജനപ്രീതി നേടിയ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് ഷിയാസ് കരീം. മോഡലിംഗിലൂടെ മുൻപ് ശ്രദ്ധ നേടിയിട്ടുള്ള ഷിയാസ് ബിഗ് ബോസിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു. തുടർന്നാണ് സിനിമയിൽ നിന്നും അവസരങ്ങൾ ലഭിക്കുന്നത്. ഇന്ന് സ്റ്റാർ മാജിക് ഷോയിലൂടെ ടെലിവിഷനിലും സജീവ സാന്നിധ്യമാണ് ഷിയാസ്. ഫിറ്റ്നസ് കാര്യത്തിലൊക്കെ ശ്രദ്ധാലുവായ ഷിയാസിന് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആരാധകരാണുള്ളത്. അടുത്തിടെയാണ് നടനെതിരെ പീഡന ആരോപണം ഉയർന്നു വന്നിരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് താരത്തിന്റെ സുഹൃത്തായിരുന്ന യുവതി പോലീസിൽ പരാതി കൊടുത്തത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ഷിയാസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഇപ്പോഴത്തെ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്നും തന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചവരെ പറ്റി മനസ്സ് തുറക്കുകയാണ് താരം. നിയമ തടസ്സങ്ങൾ ഉള്ളതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് മീഡിയയോട് പറയാൻ പറ്റില്ലെന്നാണ് ഷിയാസ് പറയുന്നത്. റേപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരെ ബലമായി ഉപദ്രവിക്കുന്നതാണ്. അതിന്റെ ആവശ്യം എനിക്ക് നിലവിലില്ല. എന്റെ കരിയർ തുടങ്ങുന്നത് മോഡലിംഗിലൂടെയാണ്. അവിടെ ഒത്തിരി സുന്ദരിമാരുണ്ട്. പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം സ്ത്രീകളുടെ ഇടയിലാണ്. മിക്സഡ് സ്കൂളിലാണ് പഠിച്ചതും. അല്ലാതെ ആണുങ്ങൾ മാത്രമുള്ള ഇടത്ത് നിന്ന് സ്ത്രീകളെ കാണുമ്പോൾ ക്രൂരമായി മാറുന്നവനല്ല. എന്റെ വീട്ടിൽ ഉമ്മയും അനിയത്തിയും ഉണ്ട്. അനിയത്തിക്ക് മകളുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഭാര്യയുമായി. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ ബലമായി പിടിക്കുന്ന തരത്തിൽ ഞാൻ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളല്ല. എന്നെ പറ്റി ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ പറയട്ടെ. ഈ സംഭവം ഉണ്ടാവുമ്പോൾ പോലും വേറൊരു സ്ത്രീ വന്നിട്ട് ഷിയാസ് കരീം എന്നെ കയറി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് പേർ അതിന് ശ്രമിച്ചു. ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ എന്നെ പറ്റി മോശം പറയുമെന്ന് അറിയാൻ ചില മീഡിയ ശ്രമിച്ചിരുന്നു. ഞാൻ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവും. അത് എന്നെ വിളിച്ചത് കൊണ്ടാവും. എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെയായിരിക്കും പെരുമാറുക. അല്ലാതെ ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകുന്ന ആളല്ല. എന്നെ എന്ത് പറയുന്നോ അത് ഞാൻ തിരിച്ചും പറയും. ഇപ്പോഴെനിക്ക് 33 വയസ്സായി. ഈ ഒരു പ്രായം വരെയും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. എന്നാൽ എന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ കുറച്ചു പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് ചില പുരുഷന്മാർക്കാണെന്നും ഷിയാസ് കൂട്ടിച്ചേർക്കുന്നു. ചെറിയ അസൂയയാണ്. പൊക്കവും വണ്ണവും വെളുപ്പും സൈസും ഒക്കെയുണ്ട്. അപ്പോൾ അവൻ ചെയ്യുമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുക. പെൺകുട്ടികളൊന്നും അങ്ങനെ കമന്റ് ഇടാറില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഒരു വ്യക്തിയെ 5-6 വർഷമായി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്റെ പേരിൽ 5-6 സെഷനിലായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും പുഷ്പം പോലെ എനിക്ക് ജാമ്യം കിട്ടി. തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും എനിക്ക് ജാമ്യം കിട്ടില്ല. പോലീസ് അന്വേഷിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ അകത്തു പോകും. 1 മണിക്കൂറോ സെക്കൻഡോ പോലും ജയിലിൽ പോവേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സത്യങ്ങൾ തുറന്നു പറയാത്തതിന്റെ കാരണവും ഷിയാസ് വ്യക്തമാക്കി. ഇന്ത്യയിലെ നിയമങ്ങൾ കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. സ്ത്രീയുമായി ബന്ധപ്പെട്ട് കേസ് വന്നാൽ പുരുഷന്റെ കൂടെ നിൽക്കില്ല. ഇതൊക്കെ ഭയങ്കരമായൊരു പ്രശ്നത്തിലേക്ക് പോവേണ്ടെന്ന് കരുതി ഞാൻ വിട്ടതാണ്. എനിക്ക് എതിരെ നിൽക്കുന്ന സ്ത്രീയുമായി മത്സരത്തിന് പോവാതിരിക്കുന്നതാണ് നല്ലത്. അത് ബുദ്ധിയില്ല. എന്ത് പ്രശ്നം വന്നാലും സംസാരിച്ച് തീർക്കണമെന്നും ഷിയാസ് പറയുന്നു. ഉമ്മാക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഉമ്മയൊക്കെ പഴയ 10ാം ക്ലാസ് ഫെയിലാണ്. ഉമ്മയ്ക്ക് ഈ സാഹചര്യത്തിൽ സമാധാനിപ്പിക്കാനോ ഒന്നും അറിയില്ല. ഞങ്ങൾ തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഉമ്മ എന്ന നിലയിലുള്ള രീതിയിലുള്ള ഉപദേശം ഉണ്ടായിരുന്നു എന്നും ഷിയാസ് വികാരിതനായി. ഈ വിഷമം വന്നപ്പോൾ കെട്ടാൻ പോകുന്ന ആളോട് ഇനി വേണമെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നെ കൊല്ലുമെന്നായിരുന്നു ഇങ്ങോട്ടുള്ള മറുപടി. എന്റെ കൂടെ ആള് കട്ടയ്ക്ക് നിന്നു. മരണം വരെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ നിൽക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് സന്തോഷിച്ച നിമിഷമാണത്. കോടിക്കണക്കിന് പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറച്ചു പേരുണ്ടായാൽ മതി. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എന്നും ഷിയാസ് കരീം വ്യക്തമാക്കി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.